അനുവേ ഈശ്വര ദേ നമ്മുടെ അനുപമം ചോദിക്കുന്ന അനീഷിനോട് അതേ അനുന്ന് കുറ്റബോധം കുറ്റബോധം അല്ലേ? അനു സൗമ്യ, ഞാൻ ഇന്ന് നേരത്തെ എവിടെയോ ഒരു ഇത് നോക്കണ്ടായിരുന്നോ? ഇനി കുറ്റബോധം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് കേക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് അടുത്ത ആൾ മിണ്ട, അവിടെ ഇരി. ഇനി മിണ്ടല്ലേ, ഞാൻ പറയാതെ ഇനി മിണ്ടല്ലേ. ഞാൻ ഇന്നൊരു ലൈവിൽ പോയപ്പോ അനുവിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോഴാ എന്റെ സബൊന്നും അല്ല, ഞാൻ അവിടെ കിട്ടപ്പോഴത്തേക്ക് ഹായ് മോളെ എന്ന് പറഞ്ഞോണ്ട് ഞാനൊരു കമന്റ് ഇട്ടു. അപ്പോഴത്തേക്ക് മോള് ഞാൻ പോവാന്ന് പറഞ്ഞോണ്ട് അപ്പോഴത്തേക്ക് അതിന് മുമ്പ് തന്നെ ഒരു കമന്റ് ഇട്ടായിരുന്നു. അത് കാണാതാ ഞാൻ ഇത് ഇട്ടത്. അവിടെ കിടന്ന് അദ്ദേഹം അവിടെ കിടന്ന് ഏത് മോളെ എങ്ങനത്തെ മോള്, ഞാൻ മിണ്ടാനേ പോയില്ല, അവിടുന്ന് മുങ്ങിയെ കളഞ്ഞു. ഞാനിനി അത് ഏത് മോളാന്ന് വിവരിക്കാൻ നിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഓടിയ കളഞ്ഞു. ഒരേ സമയം രണ്ടുപേർക്ക് കയറാമോ ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല കേട്ടോ, വെയിറ്റ് ചെയ്യ്, അത് വിട്ടുകളാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ? താര ചേച്ചി എന്നെ ഷൈജു വന്നു, എന്റെ ഷൈജു വന്നല്ലോ. ഷൈജുയേ കഴിച്ചോടാ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഷാമിലിനോടാ അല്ലേ? ഞാൻ പോയി പിന്നെ വരാം. ഓക്കെ ഷൈജു എന്ന് വിളിക്കുന്നുണ്ട്. ഷാമിലെ വരണം കേട്ടോടാ. ടാറ്റാ ബൈ ബൈ പറയുന്നുണ്ട്. പറ മാമാ. ശ്യാമിലെ കുറച്ച് കഴിയുമ്പോ എന്റെ ലൈവ് വരണം കേട്ടോ. ഹായ് അനുപമം എന്ന് വിളിക്കുന്നുണ്ട് ഷൈജു. ഷാമിൽ എന്ന് വിളിക്കുന്നുണ്ട് അവിയൽ. ഏതിൽ എന്ന് ചോദിക്കുന്നുണ്ട് അനുപമം. ഹായ് അനീഷ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഷൈജു. അവിയൽ എന്ന് വിളിക്കുന്നുണ്ട് അനീഷ്. ആരുടെ ലൈവിൽ എപ്പോ എന്ന് ചോദിക്കുന്നുണ്ട് ഷൈജു ബ്രോ. ഹായ് എന്ന് പറയുന്നത് അനീഷ്. വീണ്ടും വന്നല്ലോ. വീണ്ടും വന്നു. അത് ശരിയില്ലടാ ഉണ്ണി, ഞാൻ വീണ്ടും വന്നു. എന്റെ ബിബിൻ വന്നല്ലോ. ഹലോ തഗ് അനീഷ് എന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളെ താരച്ചേച്ചിയാണ്. ബാഡ് കമന്റ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ അത് തന്നെയാണ് ആലോചിച്ചത് കേട്ടോ. ഗണപതി ഇല്ലേ, ഗണപതി, ഗണപതി എന്തായാലും ഞാൻ ഹൈഡ് ആക്കിയതാണല്ലോ. പിന്നെ എങ്ങനെ ഗണപതി വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിബിൻ നിന്നെ കാണാനുണ്ടോ? ഇല്ല ബിബിൻ നാട് വിട്ട് പോയിരുന്നല്ലോ, വിളിച്ചുകൊണ്ടെന്നേ. സുഖമാണോ ബിബിൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ബിബിൻ ബ്രോ എന്ന് വിളിക്കും. ബിബിനെ കണ്ടപ്പോഴേക്കും ഒരു ഓളമായല്ലോ. സതീഷും കൂടെ വന്ന തൃപ്തിയായി. വിശേഷം എങ്ങട്ടാ വീഡിയോ ഒക്കെ ഓഫാക്കിയേ? സുഖം വല്ലപ്പോഴും ആണ് അനുപമ ചേച്ചി. അതെ വല്ലപ്പോഴേ കയറുള്ളടാ. വല്ലപ്പോഴാണ് അവൻ വരുന്നത് തന്നെ. കുറേ കാലം കൂടി കാണാനൊരാഗ്രഹം തോന്നുന്നു. നമ്മളൊന്ന് പറയും. ഷൈജു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. ഹായ് വിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. വിച്ചേട്ടൻ ഇറങ്ങിയോടാ? വിച്ചേട്ടാ എന്താ ഓഫാക്കിയതാണോ അതോ ഇറങ്ങിയതാണോ? വിച്ചേട്ടൻ താഴെ എത്തിയല്ലോ. പക്ഷെ ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നു. ഹൈ എന്ന് പറയുന്നുണ്ട്. എവിടെ കാർത്തി ഉണ്ടോ? ഇവിടെ കാർത്തി. അവിയലെ ഒന്ന് കയറടാ. അവിയൽ. ഗണപതി എന്നുള്ള ചാനൽ ആരെയോ കണക്റ്റഡ് ആയിട്ടുള്ള ചാനലാണല്ലോ. ഐഡി കേട്ടോ, എനിക്കറിയാം. അത് ആരോ അറിയുന്ന ആരുടെയോ ആണ്. ഇറങ്ങി എന്ന് പറയുന്നത്. ബിബിൻ ബ്രോ പയ്യന്നൂരിൽ എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. പിന്നെ വരാൻ പറയുന്നുണ്ട്. കുരിപ്പ് പോയോ? അനുപമ ചേച്ചി കൂയി. അനുപമ ഉണ്ടാവണോ? അവിടെ പോയി ഉണ്ടാവില്ലല്ലോ. ഓടെ ഉണ്ടാവുമല്ലോ. അവിയലെ ഇനി കയറേണ്ടി വിചാരിച്ചിട്ട് പിന്നെ രാജുവേട്ടാ ഹായ് രാജുവേട്ടാ. രണ്ടാം കൂടി വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് വന്നല്ലോ. എന്നാൽ രാജുവേട്ടാ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കളഞ്ഞില്ലേ. എന്തെല്ലാം പ്രതീക്ഷിച്ചു, എല്ലാം കളഞ്ഞു. പയ്യന്നൂർ എന്ത് വിശേഷം? തെയ്യം തുടങ്ങി. പയ്യന്നൂരിലല്ലേ വിശേഷമൊക്കെ? പിന്നെ ഞാൻ മുങ്ങിയില്ല. അതന്നെ മുങ്ങൂല. ബാടാ കേറ്, ലൈക്ക് അടിച്ചു പോയി. എന്നാ നിക്ക എങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ സമയത്തിരിയായോ? എനിക്ക് കയറാൻ പറ്റുന്നില്ല. മതി, വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്കറിയില്ല എന്താ കയറാൻ പറ്റാത്തത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അവിയൽ വരുന്നുണ്ടല്ലോ. പിന്നെ സ്വാഗതം.